Hello dears, warm welcome to the new 10th standard English textbook. Okay, I want to teach you this textbook in detail. I do know magic. I don't want to play with you. I don't want to dance with you. I won't show you any magic, but I will teach you sincerely. I will teach you earnestly. നിങ്ങളെ സുന്ദരമായിട്ട് പഠിപ്പിച്ചുതരാം. Whether you are in English medium or Malayalam medium, I will teach you very sincerely. You will understand the lesson fully. You will understand A to Z of this textbook, and I will teach you from each and every nook and corner of the textbook. Okay, friends, now come on. Okay, the first unit. You have 3 units, and the first unit is titled as Trials and Triumphs. Trials and Triumphs. This is the first unit, and this first unit includes 3 lessons. And we are going to learn the first lesson today itself without any delay. Okay, the first unit and the first chapter in the first unit is called as A Very Old Man with Enormous Wings. A very old man with enormous wings. Okay, straight away, let's move to the lesson and I will tell you everything in detail. Okay. So what is the unit's name? Trials and Triumphs. So trials and triumphs. നമുക്ക് ജീവിതത്തിൽ ധാരാളം ട്രയലുകൾ ഉണ്ടാവും, നമുക്ക് ജീവിതത്തിൽ ധാരാളം സക്സസ് ഉണ്ടാവും. So trials, what are trials? Trials means the task, the experiences and the difficult situations. Our tests, നമ്മുടെ പരീക്ഷണങ്ങളെയാണ് മൊത്തത്തിൽ നമ്മൾ ട്രയൽസ് എന്ന് പറയുക. സോ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, നമ്മൾ തരണം ചെയ്യേണ്ടുന്ന പ്രയാസകരമായുള്ള അവസ്ഥകൾ. ഫോർ എക്സാമ്പിൾ, യു വാണ്ട് ടു ഗെറ്റ് ഫുൾ മാർക്സ് ഇൻ SSLC, എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ് ആൻഡ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുക, ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതുക, നന്നായിട്ട് മാർക്ക് കിട്ടുക എന്നുള്ളത് ദാറ്റ്സ് എ ട്രയൽ. ആൻഡ് സോ യു ഹാവ് ടു കവർ മെനി ഒബ്സ്റ്റാക്കിൾസ്. നിങ്ങൾക്ക് പല തടസ്സങ്ങളെ നേരിടേണ്ടി വരും, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, യു വിൽ ഗെറ്റ് ദ ഗോൾ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ട്രയംസ്. ട്രയംസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സക്സസസ്, നമ്മുടെ വിജയങ്ങളെയാണ് ട്രയംസ് എന്ന് പറയുന്നത്. ട്രയംഫന്റ് എന്ന് പറഞ്ഞാൽ ട്രയംഫന്റ്, വിജയശ്രീ ലാളിതയായിട്ടുള്ള ട്രയംഫന്റ്. സോ യു വാണ്ട് ടു ബി triumphant. So triumph should be there. അതിനെന്ത് വേണം? We have to face our challenges. We have to overcome challenges. എങ്ങനെയാണ്? With hard work, sincere work. So trials and triumphs. And here, my dear friends, you have a small quote. ഒരു ചെറിയ ഉദ്ധരണി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്ന് വായിക്കാം നമുക്ക്. It's only with the heart that one can see rightly. It's only with the heart that one can see rightly. What is essential is invisible to the eye. What does this quote mean? And what is this? The Little Prince. The Little Prince. So actually, The Little Prince is a French novella. ഇതൊരാളുടെ പേരല്ല, ഇതൊരു ഫ്രഞ്ച് നോവലയുടെ പേരാണ്. സോ നോവല എഴുതിയിട്ടുള്ള ആളുടെ പേര് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ദിസ് നോവല, ദ ലിറ്റിൽ പ്രിൻസ്, ആക്ച്വലി ദ ലിറ്റിൽ പ്രിൻസ് വാസ് റിട്ടൺ ബൈ എ ഫേമസ് ഫ്രഞ്ച് നോവലിസ്റ്റ് കോൾഡ് ആസ് ആന്റോയിൻ ഡി സെയിന്റ് എക്സ്യൂപ്പറി. ഇത്തിരി നീളമുള്ള ഒരു പേരാണ് അദ്ദേഹത്തിന്റെ. ആന്റോയിൻ ഡി സെയിന്റ് എക്സ്യൂപ്പറി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എഴുതിയിട്ടുള്ള ദ ലിറ്റിൽ പ്രിൻസിലെ ദ ലിറ്റിൽ പ്രിൻസ് പറയുന്ന ഒരു കോട്ടാണ് എന്ത്? ഇറ്റ്സ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ കെൻ സീ റൈറ്റ്ലി. സോ നിങ്ങളോടൊരു ചോദ്യം സ്ട്രേറ്റ് ചോദിക്കാം. നമുക്ക് എങ്ങനെയാണ് ശരിയാം ഇത് കാണുക? കാണുക എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കുക, ശരിക്കും ഒരു റിയൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഹൗ ഡു വി ഡു ദാറ്റ്? നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇറ്റ്സ് ഓൺലി വിത്ത് ദ ഹാർട്ട്. അപ്പോൾ ചോദ്യം, സി ഹൗ ഡു യു സീ? ഓൺലി വിത്ത് യുവർ ഐസ്. നിങ്ങൾ കണ്ണുകൊണ്ടാണോ കാണുന്നത്? ആണോ? യെസ്, റിയലി യെസ്.
അങ്ങനെ തോന്നും. ബട്ട് it is only with the heart that we can see rightly. ശരിക്കും നമ്മൾക്ക് കാണണമെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ, we have to see with our heart. നമ്മുടെ ഹൃദയം കൊണ്ടാണ്, നമ്മുടെ മനസ്സുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. So what is essential is invisible to the eye. അത് ആ കാഴ്ച കണ്ണുകൊണ്ട് കാണുക അസാധ്യമാണ്. So that is essential. So what is essential? എന്താണോ ആവശ്യം നമുക്കറിയേണ്ടത്, that is invisible. അത് കാണാൻ കഴിയാത്തതായിരിക്കും. എന്തിന്? to the eye. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതായിരിക്കും പലപ്പോഴും അത്യാവശ്യമായിട്ട് അറിയേണ്ടിയിരിക്കുക. സോ നമ്മൾ കാര്യങ്ങൾ അറിയുക എങ്ങനെയാണെന്നറിയോ? വിത്ത് all our senses, with our mind, reasoning, logic, എല്ലാ കാര്യങ്ങളും വേണം. So with all these things we see the right thing. അപ്പോൾ നമുക്ക് നമ്മുടെ സർവ്വേന്ദ്രിയങ്ങളെയും നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ മൈൻഡിനെയും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് കാണാൻ പഠിക്കാം. ഓക്കെ, നമുക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പഠിക്കാം. So let's move, and here is a picture you see, and you see this picture has many interpretations. അപ്പോൾ പല രീതിയിലുള്ള ഇന്റർപ്രിറ്റേഷനും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ചിത്രങ്ങൾക്ക് ഉണ്ടാവും. അതിലേക്ക് മാഷി സമയത്ത് കടക്കുന്നില്ല. A very old man with enormous wings. This is the first lesson that we have to learn. And this lesson actually was written by Gabriel Garcia Marquez. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ ഇദ്ദേഹത്തിന്റെ ഒരു കൊളംബിയൻ ഷിപ്രക്ട് സെയിലർ എന്ന് പറഞ്ഞിട്ട് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കിസ് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി നമ്മൾ വായിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വിത്തൗട്ട് എനി ഡിലേ ഐ ലീഡ് യു ടു ദി ലെസൺ. ഓക്കെ, സോ ഓക്കെ ഡിയേഴ്സ്, ലെറ്റ്സ് ഗോ. ലെറ്റ്സ് തിങ്ക് അബൌട്ട് the author, the famous author. Who is he? And who is he? Who is Gabriel Garcia Marquez? Gabriel Garcia Marquez. നിങ്ങളുടെ ടീച്ചേഴ്സ് ഇത് ഉച്ചരിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ കാണും. ഡോണ്ട് വറി, ബിക്കോസ് this is not a proper English word. ഇത് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു പേരാണ്. So many persons may pronounce this name in differently. Okay, so Gabriel Garcia Marquez was a Colombian writer. നിങ്ങൾക്കറിയാം, തെക്കേ അമേരിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഒരു രാജ്യമാണ് കൊളംബിയയിൽ വളരെ റിച്ച് ആയിട്ടുള്ള കൾച്ചറുള്ള ഒരു രാജ്യമാണ്. വാരിഡ് ആയിട്ടുള്ള ജനതകളുള്ള ഒരു രാജ്യമാണ് കൊളംബിയ. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരനായിരുന്നു ആര്? ഗബ്രിയേൽ ഗാർഷ്യ മാർക്യൂസ്. ആൻഡ് ഹി ഡൈഡ് ഇൻ ദ ഇയർ 2014. Okay, and what is special about him? He was a Nobel Prize laureate or Nobel Prize winner. He won Nobel Prize for Literature in 1982. Okay, so and now we are going directly to the lesson. Okay, shall we move? We want to understand each or every nook and corner of this lesson. What is the name of the lesson? Yeah, this is the lesson. Hello dears, what is the lesson? A very old man with enormous wings. നമ്മൾ പഠിക്കാൻ പോകുന്ന കഥ ഒരു പടുവൃദ്ധനെ കുറിച്ചാണ്. എ വെരി ഓൾഡ് മാൻ, ദാറ്റ് ഈസ് പടുവൃദ്ധൻ, വിത്ത് ഇനോമസ് വിങ്സ്. എങ്ങനെയുള്ള വൃദ്ധനാണ്? വിത്ത് വിങ്സ്, ചിറകുള്ള ഒരു വൃദ്ധനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വിത്ത് ഇനോമസ് വിങ്സ്. ഇനോമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂജ്, കൂറ്റൻ, വെരി ലാർജ്, ഓർ അനദർ വേർഡ് ഈസ് gigantic. അതിഭയാനകമായിട്ടുള്ള, അതിഭയങ്കരമായിട്ടുള്ള, അതിയായ വലിപ്പമുള്ള.
ജസ്റ്റ് ലൈക്ക് എ ബിഗ് റോക്ക്. ഓക്കെ, അതേപോലെയൊക്കെയുള്ള സോ ഇനോർമസ് വിങ്സ്. നമുക്ക് ഈ കൂറ്റൻ ചിറകുകളുള്ള ഒരു പടവൃദ്ധൻ, അതാണ് കഥയുടെ പേര്. അതിനെക്കുറിച്ച് നമ്മൾ ആ കഥയിലേക്ക് let's dive into this story. Okay, yes, let me read the first passage for you. The light was weak even at noon. When Palau was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. The light was weak even at noon, and when Palau was coming back to the house, it was hard for him to see. This picture will give you some idea about the context of the story. Okay, so and you see, here is an old man with huge wings, and here is here is the tides. So you can surely understand that this is a shore of a sea, and there are tides. So and മനസ്സിലാക്കണം, ഇത് കൊളംബിയയിലുള്ള ഏതോ ഒരു മുക്കുവ ഗ്രാമത്തിൽ സംഭവിക്കുന്ന ഒരു കഥയാണ്. മീൻപിടുത്തക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടുള്ള തൊഴിലാളികൾ അല്ല അങ്ങനത്തെ മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു കഥയാണിത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് വീണ്ടും ഈ സ്റ്റോറിയിലേക്ക്. ദ ലൈറ്റ് വാസ് വീക്ക്. എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചം വീക്കാണ്. സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ നല്ല പോലെ. സ്ട്രോങ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? വീക്ക്. ദ ലൈറ്റ് വാസ് വീക്ക് എന്ന് പറഞ്ഞാൽ വെളിച്ചം വളരെ ക്ഷീണമായിരുന്നു, കുറവായിരുന്നു, വെളിച്ചം ദുർബലമായിരുന്നു, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. സോ വെളിച്ചം വേണ്ടത്ര ഇല്ല എന്നർത്ഥം. ആൻഡ് വാട്ട് ഈസ് ദ ടൈം? ഈവൻ അറ്റ് നൂൺ. ഉച്ചയ്ക്ക് പോലും വെളിച്ചം കുറവാണ്. നട്ടുച്ചയ്ക്ക് വെളിച്ചം കുറവാണെങ്കിൽ പിന്നെ മറ്റു സമയത്ത് ആലോചിക്കാനില്ലല്ലോ. സോ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ് വെദർ സിറ്റുവേഷൻ ഓഫ് ദ ഡേ? അന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഡാർക്ക്, ഒരു ഇരുണ്ട കാലാവസ്ഥയാണെന്ന് അർത്ഥം. സോ അടുത്ത സെന്റൻസ് നോക്കാം. When Palau means ആരാണ്? Palau is the hero. ഈ കഥയിലെ നായകന്റെ പേരാണ് Palau. Palau was coming back to the house. അയാൾ വീട്ടിലേക്ക് വരികയാണ്. Maybe a fisherman. Yes. ഒരു പക്ഷേ അയാൾ ഒരു മുക്കുവനാവാം. Or he may be something another sort of job. Okay. He may have. Okay. Anyway, he was coming back to the house. അയാൾ വീട്ടിലേക്ക് വരികയായിരുന്നു. And ആ സമയത്ത് it was hard for him to see. It was hard എന്ന് പറഞ്ഞാൽ ഹാർഡ് എന്ന് പറഞ്ഞാൽ ഈസി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹാർഡ് എന്ന് പറയുന്നത്. എന്താണ് ഹാർഡ്? ഡിഫിക്കൽട്ട്. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ്. എന്താണ് മൂവ് ചെയ്യുന്നത്? എന്തോന്ന് മൂവ് ചെയ്യുന്നുണ്ട്? ആൻഡ് വാട്ട് വാസ് ഗ്രോണിങ്? വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ്? ഗ്രോണിങ് മീൻസ് എ ഡിഫിക്കൽട്ട് സൗണ്ട്, എ പെയിൻഫുൾ സൗണ്ട് കമ്മിങ് ഫ്രം ദ ത്രോട്ട്. അല്ലെ, നമ്മൾ വേദന കൊണ്ട് ഞരങ്ങുന്നതിനാണ് ഗ്രോണിങ് എന്ന് പറയുന്നത്, ആ സൗണ്ട്. സോ he checked. അതേ നോക്കുകയാണ്. he heard some sound. ശബ്ദം കേട്ടിട്ടുണ്ടാവും. സോ when what was moving? something was moving. എന്തോന്ന് ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചെറുങ്ങനെ ചലിക്കുന്നുണ്ട്. and there was a groaning sound. എവിടുന്നാ ഇത്? he heard it from in the rear means behind, back of the courtyard. അപ്പോൾ വീടിന് ഒരു ചെറിയ മുറ്റമുണ്ടെന്ന് വിചാരിച്ചാൽ ആ മുറ്റത്തിന്റെ പുറകുവശത്തു നിന്നാണ് എന്ത് കേൾക്കുന്നത്? there is this groaning sound. തന്റെ വീടിന്റെ മുറ്റത്തിന്റെ അടുത്ത് നിന്ന് ഒരു ഗ്രോണിങ് സൗണ്ട് ഉണ്ടെങ്കിൽ what will Palau do? ആരാണ്? what will you do? നിങ്ങൾ എന്ത് ചെയ്യും? you will go and search. നിങ്ങൾ പോയിട്ട് അന്വേഷിക്കല്ലേ? so he had to next. shall we go to this? Okay, he had to go very close to see that it was an old man, a very old man. He had to go very close
he had to go very close. വളരെ അടുത്ത് ഇങ്ങനെ ചെല്ലേണ്ടി വന്നു. Very close to see, to understand that it was an old man. An old man. It was an old man. Okay? Not simply an old man, very old man. അയാൾ ഒരു വളരെ പ്രായമുള്ള ആളാണ്. വെറുതെ ഒരു വൃദ്ധൻ എന്ന് പറഞ്ഞാൽ പോരാ, പടു വൃദ്ധനാണ് അയാള്. ഓക്കെ. The man was lying face down in the mud. എന്താണ് ആ മനുഷ്യൻ എങ്ങനെയാ കിടക്കുന്നു നോക്കൂ. The man was lying face down. Face down. That means he is facing the mud, the soil, the earth. കമിഴ്ന്ന് കിടക്കാണ് അയാള്. ഫേസ് ഡൗൺ ആയതുകൊണ്ടാണ് അയാൾ കിടക്കുന്നത്. ഫേസ് ഡൗൺ, ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കിടക്കുന്നു. ഓക്കെ. ഫേസ് ഇസ് ഡൗൺ. അയാള് ഇങ്ങനെയല്ല നോക്കുന്നത്, ഇങ്ങനെയാണ് നോക്കുന്നത്. ഓക്കെ. Yeah, the man was lying face down in the mud. മുഖം ചളിയിലേക്ക് അമർന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ചളിയിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ്, മണ്ണിലേക്ക് അമർന്നുകൊണ്ടാണ് കിടക്കുന്നത്. കിടക്കാണ്. കിടക്കുക എന്നുള്ള എന്താ പറയാ? ലൈ. ലൈ. LIE. ലൈ. ലൈ എന്നുള്ള വാക്കിന് മറ്റൊരു മീനിങ് കൂടി ഉണ്ട്. The man was lying എന്ന് പറഞ്ഞാൽ വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ആ മനുഷ്യൻ നുണ പറയുകയായിരുന്നു. ലൈ എന്ന് പറഞ്ഞാൽ കളവ് പറയുക എന്നർത്ഥമുണ്ട്. ഇവിടെ the man was lying. Lying, അയാൾ കിടക്കുകയായിരുന്നു. ഫേസ് ഡൗൺ. എങ്ങനെ? മുഖം ചരിച്ചിട്ട്. എവിടെ? എങ്ങോട്ട്? ഇൻ ദി മഡ്. മഡ് എന്ന് പറയാൻ കാരണമുണ്ട്. ബിക്കോസ് ആദ്യം തന്നെ പറഞ്ഞു ഇറ്റ് വാസ് വെരി weak. The light was weak because of clouded atmosphere. അവിടെ മഴ പെയ്തിട്ടുണ്ടാവണം. It might have rained there. അവിടെ മഴ പെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. So, in spite of എന്ന് പറഞ്ഞാല് despite എന്നാണ് അതിന്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടും, എന്തുണ്ടായിട്ടും, his tremendous means ഭയങ്കരമായിട്ടുള്ള, വെരി സീരിയസ് ആയിട്ടുള്ള എഫേർട്സ്, വളരെ റിസ്ക് എടുത്തുകൊണ്ടുള്ള എഫേർട്ടിനാണ് ട്രെമൻഡസ്, ഭയങ്കരമായുള്ള യജ്ഞം എന്ന് പറയും. അയാളുടെ ഭാഗത്തുനിന്ന് ഹ്യൂജ് എഫേർട്ട് ഉണ്ട്. എന്നിട്ടോ ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ് എന്ന് പറയാം. ട്രെമൻഡസ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ്, ഭയങ്കരമായുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നിട്ട് കൂടി, ഇൻ സ്പൈറ്റ് ഓഫ് എന്നിട്ട് കൂടി, the man couldn't get up. അയാൾക്ക് പൊങ്ങാനാവുന്നില്ല, എഴുന്നേക്കാനാവുന്നില്ല. Why? Impeded. നോക്കൂ, this is a very difficult word, or that's a new vocab for you. That's a new vocabulary word. Impeded. That means obstructed. തടസ്സം ചെയ്യപ്പെട്ടിട്ടില്ല. Checked. Prevented. തടഞ്ഞിട്ട്. എങ്ങനെ? By his enormous wings. അപ്പോൾ അയാൾക്ക് എഴുന്നേൽക്കുന്നതിന് എന്താണ്? What was wrong with him? He was impeded by his enormous wings. അയാളുടെ കൂറ്റൻ ചിറകുകള് അയാൾക്ക് എഴുന്നേൽക്കുന്നതിന് തടസ്സമായി. He couldn't get up because of the obstruction. See, impeded means obstructed, തടയപ്പെട്ടു. Impeded വേർഡിൽ നിന്നാണ് ഇംപിഡിമെന്റ് എന്ന് പറയുന്നത്. ഇംപിഡിമെന്റ് മീൻസ് തടസ്സം. അതിന്റെ നോൺ ഫോമാണ്. ഓക്കെ. ഇംപീഡഡ് ബൈ ഹിസ് ഇനോർമസ് വിങ്സ്. തടസ്സം ചെയ്യപ്പെട്ടിട്ട്. എന്തിനാൽ? ബൈ ഹിസ് ഇനോർമസ് വിങ്സ്. Okay, so here is two questions. Here are two questions. Why does the sight of the old man frighten Palau? Why does the sight of the old man frighten Palau? Every question why does nalla actually ചോദിക്കണ്ട, why did എന്നാണ് ചോദിക്കേണ്ടത്. Because this is the story is in past tense. Okay, I don't know how they made a mistake. Okay, anyway, why did the sight of the old man frighten Palau? ഇങ്ങനെ ഓക്കെ, നമ്മളിങ്ങനെ വായിച്ചു പോരുമ്പോൾ വേണമെങ്കിൽ നമുക്കത് പ്രസൻസിന് ചോദിക്കാം എന്നവിടെ പറയുന്നുണ്ട്. ഓക്കെ, എനിവേ, so why did the sight of the old man frighten Palau? എന്തുകൊണ്ടായിരിക്കാം?
ഈ ഓൾഡ് മാൻ്റെ കാഴ്ച എല്ലാവരെ ഫ്രൈറ്റൻ ചെയ്തത്? എന്താ ഫ്രൈറ്റൻ ചെയ്യാന്ന് പറഞ്ഞാല്? ഈ ഫിയർ, അയാൾ ഭയപ്പെട്ടു. ഫ്രൈറ്റൻ എന്ന് പറഞ്ഞാലോ ഭയപ്പെടുത്തുക. ഓക്കെ, ഫിയർ ഭയപ്പെടുക, ഫ്രൈറ്റൻ ഭയപ്പെടുത്തുക. ഓക്കെ, സോ വാട്ട് ഫ്രൈറ്റൻഡ് ഫ്ലൈ ആക്ച്വലി ഈസ് ദ ഓൾഡ് മാൻ? നോ, ഒരു വയസ്സിനെ കണ്ടാൽ ഒരാൾ പേടിക്കേണ്ടതില്ല. ബട്ട് ദിസ് ഓൾഡ് മാൻ had enormous wings. So the old man with enormous wings frightened Palav. Okay. Now you know why was the old man unable to get up? Second question, why was? ഇത് past tense ലാ ചോദിച്ചിരിക്കുന്നത്. Why was? എന്തുകൊണ്ടാണ് old man get up ചെയ്യാൻ unable, not able? Why wasn't he get up? അയാൾ എന്തുകൊണ്ട് എഴുന്നേറ്റില്ല? wasn't he? Okay, see, why couldn't he get up? അയാൾക്ക് എന്തുകൊണ്ട് എഴുന്നേക്കാൻ പറ്റിയില്ല? Because he had two enormous gigantic wings. It was so heavy, so he couldn't get up. ഭാരപ്പെട്ടതാണ്. ഓക്കെ, ഭാരപ്പെട്ട ചെറുകളുണ്ട്, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? He couldn't get up. Okay, then what happened? Frightened by the sight. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകണേ. Okay, shall we move to the next passage? Right. Frightened by the sight, Palav ran to get Elisenda, his wife. She was putting compresses on their sick child. Frightened. Who was frightened? Palav was frightened by the sight of this old man with huge wings. Okay, then what did he do? Frightened by this sight, ഈ കാഴ്ചയാൽ ഭയചകിതനായിട്ട് പേടിച്ചിട്ട് what did Palav do? Palav ran to get Elisenda. And what was she doing at the time? When he reached her, she was putting compresses on the sick child. So they had a sick child. Sick child means so ill affected, having some diseases. എന്തോ അസുഖമുള്ള ഒരു കുഞ്ഞാണത്. മേ ബി ഫീവർ, ഹെഡേക്ക് or something like that, cold or something like that. Okay, anyway, what was she doing? She was putting on. നിങ്ങൾക്കറിയാം, put on means wear, putting on means wearing on, dressing. എന്താണ് ഡ്രസ് ചെയ്തിരുന്നത്? Compresses. Compress means a type of clothing, especially at the time of sick, പനി, ഫീവർ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുട്ടിയെ ഒന്നിച്ച് പുതപ്പിക്കുന്ന ഒരു ഉടുപ്പ്. Okay, it's a clothing. So she was wearing this clothing on the sick child. അപ്പോഴാണ് Palav അവിടെ എത്തുന്നത്. ഓക്കെ, അടുത്ത ഭാഗം ഒന്നുകൂടെ ഉഷാറായിട്ട് നിങ്ങൾക്കൊന്ന് നല്ലപോലെ ഇത്രയും ഭാഗം വായിച്ച്, so I will get you. Okay, dears, once again I promise you to understand each nook and corner. ഓരോ മുക്കും മൂലയും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പോവാം. But I don't know how to dance with you, I don't know how to play with you, I don't know how to do some magical things with you, but I can teach you. Believe me, I can teach you. Bye.